പ്രിയപ്പെട്ടവരെ, പശ്ചിമ ബംഗാളിലെ ഒരു മുൻ മന്ത്രിയാണ് ജനങ്ങളോട് ഈ സംസാരിക്കുന്നത്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി വന്ന് മുട്ടേറ് നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തും തലക്കും മുട്ടകളെ കൊണ്ട് എറിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു കാഴ്ച ബംഗാളിൽ നിന്ന് വന്നതാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അദ്ദേഹം ദുരിതാശ്വാസ ഫണ്ടുകൾ അതുപോലെ വസ്തുക്കൾ എന്തോ കൈവശം വെച്ചു എന്ന ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ നേർക്കുള്ളത്. കോടതിയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഒന്ന്, മുൻ മന്ത്രിമാരായിട്ടും അവർക്ക് ഒരു സുരക്ഷിതത്വമോ ഒരു പോലീസ് സംരക്ഷണമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇടിച്ച് കയറിയിരിക്കുകയാണ് ജനങ്ങൾ. ഇപ്പോൾ BJP ആണ് ബംഗാൾ ഭരിക്കണത്. മുൻ പകയും മറ്റൊക്കെ വീട്ടി പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണോ എന്നറിയില്ല. UP പോലെയും മറ്റൊക്കെ ജനവിചാരണയും കൂട്ട കൊലപാതകങ്ങളൊക്കെ ചില ഇടങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഭരണം കിട്ടുമ്പോഴുള്ള ചില ആളുകളുടെ ആവേശമാണത്. അതാണോ, അദ്ദേഹം തെറ്റുകാരനാണോ എന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബം കോടതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം വിശദീകരണം നടത്തിയിട്ടുണ്ട്. രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഇദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ദുരിതാശ്വാസ ഫണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി നൽകുന്ന ഫണ്ട്, അത് ആര് കൈവശം വെച്ചാലും അത് ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാനുള്ള ഫണ്ടാണല്ലോ. അത് കൈവശം വെക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടല്ല, ദുനിയാവെന്ന് വെച്ചിട്ട് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മറ്റൊന്ന്, അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ BJPയുടെ ഭരണത്തിൽ മുൻ മന്ത്രിമാർക്കൊക്കെ കിട്ടുന്ന നല്ല ഒരു എതിർപ്പിൻ്റെ ഭാഗമായി മറ്റു പലയിടങ്ങളിലും കാണുന്നത് പോലെയുള്ള കൂട്ടവിചാരണ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഓഫീസിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്.